ഞാൻ ചുരുക്കട്ടെ, ഈ മൗലവിയെ വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് മുസ്ലിമീങ്ങൾ ആലോചിക്കേണ്ടത്. ഇനി ഒന്ന് കേൾക്കണോ? ഇയാള് കാണിച്ച ഒരു വഞ്ചന. ഇയാള് എന്നെ അയാളെ നാട്ടിലേക്ക് ക്ഷണിച്ച്. എന്തിനാ ക്ഷണിച്ച്? ഞാൻ അയാളോട് ചോദിച്ച്, നിങ്ങളെ ബാപ്പ യാസീൻ ഓതിട്ട് കീശയെ പൈസ വാങ്ങിയിട്ടല്ലേ? നിങ്ങളും മുമ്പ് വാങ്ങിയിട്ട് കിട്ടുന്നല്ലേ പറയുന്നത്? ശരിയോ ഏറ്റവും നിങ്ങളും അതിനുണ്ടായാൽ കൂടെ പോയിട്ടില്ലേ നിങ്ങളും അന്നേരം? അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ നിന്ന് യാസീൻ ഓതിട്ട് കീശയെ പൈസ വാങ്ങിയിടാൻ പാടില്ല എന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? ധൈര്യം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ മൂപ്പരെന്ത് പറഞ്ഞ്, അങ്ങോട്ട് വാ, ഞാൻ എവിടെയും പ്രസംഗിക്കുന്നു. അപ്പൊ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞ്, എനിക്ക് ധൈര്യം ഉണ്ടോന്നല്ലേ ചോദിച്ചു, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോന്നാ അവിടെ പ്രസംഗിക്കാന്. എന്നിട്ട് ഞാൻ ഇയാള് പ്രസംഗിക്കും വിചാരിച്ച് കുറെ ദിവസം കാത്തുണ്ട്. ഇയാള് പ്രസംഗിക്കാണ്ടായപ്പോ ഞാൻ തന്നെ അവിടെ പോയി. ഞാൻ ചെന്നിട്ടെങ്കിൽ ഇയാൾക്കൊരു ധൈര്യം ഉണ്ടാട്ടെ വിചാരിച്ചിട്ട് പോയതാ. അങ്ങനെ ഞാൻ പോയി പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളെ നാട്ടിലേക്ക് നിങ്ങളെ നാട്ടുകാരൻ മൗലവി ക്ഷണിച്ചിട്ടാ ഞാൻ വന്നതെന്ന് പറഞ്ഞു. മൂപ്പരെന്നെ ക്ഷണിച്ചാണല്ലോ. എന്നിട്ട് ഞാൻ അവിടുന്ന് അതൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് ഇപ്പൊ ഇയാൾ നാദാപുരത്ത് വന്നിട്ടേ ഇപ്പൊ മൗലവി പറയുന്നത്, ഞാനുണ്ടോ ഇയാളെ ക്ഷണിച്ചിരിക്കുന്നത്? അതൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. മൂപ്പരത് അവതരിപ്പിക്കുന്നൊന്ന് കേട്ടോളി, ഒന്ന് വെച്ചു കൊടുത്താ മോനെ. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോന്ന് എന്റെ മൂപ്പര് ചോദിക്കുന്നത്, ക്ഷണിക്കുകയും ചെയ്തിട്ട് പിന്നെ എന്നോട് ചോദിച്ച് കട്ടുപ്പാറയിൽ പ്രസംഗം തുടങ്ങുമ്പോ തന്നെ മൂപ്പര് പറഞ്ഞാൽ എന്താ അറിയോ? മൗലവിനെ ഇവിടെ കാണാലോ, മൗലവിനെ ക്ഷണിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇവിടെ മുജാഹിദീങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഇവിടെ കട്ടുപ്പാറ വന്നിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് മൂപ്പര് പറയുന്നത്, അതുകൊണ്ട് ക്ഷണിച്ചാൽ ആ ക്ഷണിച്ചയാള് സ്ഥലത്തുണ്ടാകലും മാന്യതയാണ്. അതുകൊണ്ട് എന്റെ പ്രസംഗം തീരുന്നതിന് മുമ്പെങ്കിലും മൂപ്പര് ഇവിടെ എത്തുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് തുടങ്ങുന്നതെന്ന് കേട്ടോളൂ. ആദ്യമായി നിങ്ങൾക്ക് എന്നെ ക്ഷണിക്കുന്ന വാചകം ഞാൻ കേൾപ്പിച്ചു തരാം. നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. പ്രസംഗിക്കാൻ അവിടെയല്ല എവിടെയും പ്രസംഗിക്കും. അതെ, അപ്പൊ എന്നെ ക്ഷണിച്ചതാണ് കേട്ടത്. കണ്ടോ, ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? എങ്ങനെ എങ്ങനെ മൂപ്പര് പറഞ്ഞു ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? ഞാൻ എന്റെ ഒരു സ്വപ്നം കണ്ടതാ. അങ്ങോട്ട് വാ നാട്ടിലേക്ക് പറയാ, പിന്നെ ഇതെന്തേലും അത് സ്വപ്നം കണ്ടതാ? ഒന്ന് വെച്ചോട്ടെ, രണ്ടും കൂട്ടിയിട്ടൊന്ന് വെച്ചോട്ടാ മനെ. അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? എങ്ങനെയുണ്ട്? സുബ്ഹാനല്ലാഹ്. ഇയാളാ ഏത് ആശുപത്രിയിലാണ് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ആലോചിച്ചോ? എന്നിട്ട് ഇയാൾ ഇപ്പൊ പറയുന്നത് മൂപ്പർക്ക് അറിയാം, മൂപ്പര് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ സദസ്സിനെ നാദാപുരത്തെ സദസ്സിനെ സ്റ്റേജ് മുന്ന് ആരോ പറഞ്ഞു തോന്നുന്നു, അത് മോശമായി പോയല്ലോ എന്നാരോ പറഞ്ഞു. അപ്പൊ മൂപ്പര് ഉടനെ തന്നെ സമ്മതിക്കാണ്, ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ ക്ഷണിച്ച് കേൾക്കാനാണ്, പ്രസംഗിക്കാനല്ല, ക്ഷണിച്ച് കേൾക്കാനാണ്. മൂപ്പര് ഉടനെ മാറ്റി പറയാണ്, ക്ഷണിച്ച് കേൾക്കാനാണ്. എന്നാ മൗലവി ഞാൻ കേൾക്കൂലോ, നിങ്ങൾ വരണ്ടേ, മൈക്കും കൂടി ഞാൻ തന്നെ തരൂലോ. എന്നാ പോട്ടെ, കേൾക്കാനാ ക്ഷണിച്ചെങ്കിലും മൗലവിനോട് ചോദിക്കട്ടെ, നിങ്ങൾ നാദാപുരത്ത് നിന്ന് പ്രസംഗം കേൾക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചൂലേ? എന്നിട്ട് ഇതുവരെ നിങ്ങൾ കട്ടുപാറ പ്രസംഗിച്ചോ? ഇന്നലെ പ്രസംഗിച്ചോ? മൂപ്പര് പറഞ്ഞ കേട്ടോ, നിങ്ങൾ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് കേൾക്കാനാണ്. മൂപ്പര് ആദ്യം പറഞ്ഞ ക്ഷണിച്ചിരോന്നാ, പിന്നെ മൂപ്പര് പറഞ്ഞ ക്ഷണിച്ചിട്ടുണ്ട് കേൾക്കാനാണ്. സമയത്ത് വന്ന നാട്ടിലേക്ക് കേൾക്കാന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ എവിടെയും പ്രസംഗിക്കും, അത് വന്നോ കേൾക്കാന്നാ ഞാൻ പറഞ്ഞത്. കേട്ടാ, അങ്ങോട്ട് വന്നോ കേൾക്കാനെന്നാ ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല അയാൾ പറഞ്ഞ വാചകം നേരത്തെ? അയാൾ അങ്ങോട്ട് വന്നോ കേൾക്കാനെന്ന് അയാൾ പറഞ്ഞോ? അങ്ങനെ അയാൾ പറഞ്ഞിട്ടേ ഇല്ല, അത് പച്ചക്കള്ളാണ്. എന്നാ പോട്ടെ, അങ്ങനെയാണ് ഇത് വെക്കുക നമ്മള്. എന്നാ ഇയാൾ ഇതുവരെ അവിടെ പ്രസംഗിച്ചോ? എന്നെ വഞ്ചിച്ചല്ലേ, വാക്ക് പറഞ്ഞ് വഞ്ചിച്ചല്ലേ? ഇയാൾ ഇതുവരെ ആയിട്ടാണ് പ്രസംഗിച്ചോ? പിന്നെ എന്തേ മൂപ്പര് പ്രസംഗിക്കാതിരുന്നത്? ഇനി മൗലവിന്റെ ഓരോരോ തട്ടിപ്പ്